എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കും. റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകൾ മുഖേന അഡ്മിഷൻ നടത്താനുള്ള അവസാന അലോട്ട്മെൻറ്റാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ഇതിനുശേഷം ഒരു സ്പോട്ട് അഡ്മിഷൻ കൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതിനുശേഷം സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടാകുക. സ്പോട്ട് അഡ്മിഷന് ശേഷം ഈ വർഷത്തെ എല്ലാ അപേക്ഷകളും പൂർത്തീകരിക്കും. അതിനിടയ്ക്ക് ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഇതുവരെ പ്രവേശിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക്, ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ മാത്രമാണ് ബാക്കി ഉള്ളതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് +1 അലോട്ട്മെൻറ്റിന് ഇനി അവസാന ഘട്ടത്തിലാണ് അപേക്ഷകളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇനിയും വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് അപേക്ഷയിൽ തെറ്റുപറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയൊരവസരം ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് +1 ഉണ്ടാകുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾക്ക് സർക്കുലറിൽ പ്രത്യേകമായി കറുപ്പക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അപേക്ഷയിൽ തെറ്റുപറ്റുന്നവർ ഏത് ഭാഗത്താണോ അപേക്ഷയിൽ തെറ്റുപറ്റിയത് ആ ഭാഗത്തിലെ തെറ്റ് തിരുത്തിയതിന് ശേഷം മാത്രം വേണം അപേക്ഷ പുനർക്രമീകരിച്ച് അന്തിമമായി സമർപ്പിക്കണം. അപേക്ഷ എന്ത് ചെയ്യണം? അന്തിമമായി സമർപ്പിക്കണം. അത് ഫൈനൽ കൺഫർമേഷൻ. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഐ ഡിക്ലെയർ എന്നൊരു കോളത്തിൽ കണ്ട് ഫൈനൽ കൺഫർമേഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേം ചെയ്യാൻ സാധിക്കും. എന്നാൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഉള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷാ സമർപ്പണം ഇന്ന് അവസാനിക്കുകയാണെന്ന് വിദ്യാർത്ഥികളോട് ഇന്ന് 5 മണിയോടുകൂടി അപേക്ഷാ സമർപ്പണം അവസാനിക്കും. ഇന്ന് 5 മണിക്കുള്ളിൽ ലഭിക്കുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. ഇതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണമല്ലോ. അപ്പം അപേക്ഷ കഴിഞ്ഞ് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഉടൻ തന്നെ എന്തായാലും ഉണ്ടാവും. അധികം ദിവസം വൈകില്ല. മാക്സിമം പോയാൽ ചിലപ്പോൾ മാക്സിമം വിത്തിൻ 3 ഡേയ്സിനകം എന്തായാലും തന്നെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അധികം വൈകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക? ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിച്ചുകൊള്ളുക. ഇപ്പോൾ സമയം 2 മണിക്ക് അടുത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി 3 മണിക്കൂറുണ്ട്. 5 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമർപ്പിക്കുക. 5 മണിക്ക് ശേഷം അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അപേക്ഷ ഇന്ന് അവസാനിക്കുകയാണ്. ഇനിയൊരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്തായാലും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ടൈമിൽ എത്തിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.